ഗേൾസ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസ് ആണ് അടുത്തതായി. സെമി ക്ലാസിക്കൽ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ ഈ വേദിയിലേക്ക് നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ഫിഡൽ. ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ ഫിഡൽ. ഹായ് ഫിഡൽ. ഹായ്. സെമി ഫൈനൽ സ്റ്റേജിലെ കോമ്പറ്റീഷൻ എങ്ങനെയുണ്ട്? നല്ല കോമ്പറ്റീഷൻ ആണല്ലേ, എല്ലാവരും നന്നായിട്ട് പാടുന്നുണ്ട് അല്ലേ? ഇന്ന് മോന്റെ റൗണ്ട് സെമി ക്ലാസിക്കൽ റൗണ്ട് ആണ്. ഏത് സോങ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഹരികൃഷ്ണൻസ് എന്ന മൂവിയിലെ സമയമിതപൂർവ സായനം എന്ന പാട്ടാണ്. നല്ല സോങ് സെലക്ഷൻ, നന്നായിട്ട് പാടുക, നല്ല മാർക്ക് വാങ്ങിക്കാൻ നോക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. സമയമിതപൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘ സുഹൃതമീശ്വര ഹൃദയം എന്നന്തരാത്മാവിൽ നിന്നാത്മസല്ലാപം ഈ ജന്മം സമ്പൂർണം ദേവി. സമയമിതപൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘ സുഹൃതമീശ്വര ഹൃദയം. സിന്ദൂരം പൂഷകാല സന്ധ്യാരാഗം സപ്തസാഗരോപമം യോഗവൈഭവം തവ മൃദുസ്മേര സിന്ദൂരം പൂഷകാല സന്ധ്യാരാഗം സപ്തസാഗരോപമം യോഗവൈഭവം നിത്യസുന്ദരീ വശ്യമോഹിനി ലയോദാരമീ പദചരണം സമയമിതപൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘ സുഹൃതമീശ്വര ഹൃദയം. പാർവണമാകും പാധേയമാകും പുണ്യങ്ങൾ ആരുമില്ലെങ്കിലും നിന്നിലെ നിന്നിൽ ആരുമില്ലെങ്കിലും നിന്നിലെ നിന്നിൽ ആശ്രയമാകും ദേവാംശം കണ്ണീർ കണിമലരാകും మంగళం నిమగరి స నిదమ పస సా జను తగ పస నిద తగ తకిడజం నిదమ తగ తో మగరి స
തോം തകജനു തമ ഗും തരികിട മപ സഗരി തദം സഗമ ഗമ പദനു തദിമിസ തകിട തോം സനിധമ തകിട തോം സമയമിത പൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘ സുഹൃതമീശ്വര ഹൃദയം എന്നന്തരാത്മാവിൽ നിന്നപ്പ സല്ലാപം ഈ ജന്മം സമ്പൂർണം ദേവി സമയമിത പൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘ സുഹൃതമീശ്വര ഹൃദയം. ഫിഡൽ ഹായ് സെമി ക്ലാസിക്കൽ റൗണ്ടിൽ നല്ലൊരു ഗാനം തന്നെ സെലക്ട് ചെയ്തു. നന്നായിട്ട് പാടി ഫിഡൽ. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ. ഇനി നമുക്ക് ജഡ്ജസിന്റെ അഭിപ്രായം അറിയാം. ഐ സ്റ്റാർട്ട് വിത്ത് ബിചേട്ടാ. ഫിഡൽ ഹായ് സാർ. ഗംഭീരമായി കേട്ടോ പാടിയത്. ഹരികൃഷ്ണൻ എന്നുള്ള സിനിമയിൽ ഔസേപ്പച്ചൻ കൈതപ്പുറം ടീമിൻ്റെ പാട്ടാണ്. ദാസാറും എം ജി ശ്രീകുമാരേട്ടനും പാടിയിട്ടുണ്ട്. അതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എം ജി ശ്രീകുമാരേട്ടൻ പാടിയ വേർഷനാണ്. അദ്ദേഹം വളരെ ഭംഗിയായിട്ടത് പാടി. അത് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു മോനെ. പിന്നെ മുകളിലെ ടോപ്പ് രജിസ്റ്ററിൽ വരുന്ന ചില സ്വരങ്ങൾ എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്വരം മാത്രമല്ല, പാട്ടിൽ വരുന്ന ചില കാര്യങ്ങൾ എത്തിയില്ല. പക്ഷെ അതൊന്നും അത്ര എടുത്ത് പറയേണ്ട ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഗംഭീരമായിട്ട് പാടി. അതൊരു ചാലഞ്ചിങ് സോങ് ആണ്. അത് ബുദ്ധിമുട്ടാണ് പാടാൻ. മോനത് ഭംഗിയായിട്ട് പാടി കേട്ടോ. ഗുഡ് ലക്ക്. ഹരികൃഷ്ണൻസ് എന്ന സിനിമയിലെ വളരെ നിർണായകമായ ഒരു ക്ലൈമാക്സ് രംഗത്ത് നടക്കുന്ന ഒരു ഗാനം, നമുക്കെല്ലാം സുപരിചിതമായ ഒരു ഗാനം, വളരെ ഹിറ്റായ ഒരു ഗാനം മോനെടുത്ത് ട്രൈ ചെയ്ത് ഭംഗിയായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു ചേച്ചി. പിന്നെ എനിക്ക് ആകെ തോന്നിയത് മൊത്തത്തിലൊരു ചെറിയൊരു അങ്കലാപ്പം ഉണ്ടായിരുന്നു. പെട്ടെന്ന് പഠിച്ച് പാടുന്നതിൻ്റെയാണോ, പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ തന്നെ ഈ കൈ 2-3 പ്രാവശ്യമൊക്കെ നോക്കി കൈ എങ്ങാനും താഴെ വെച്ച് കഴിഞ്ഞ് അങ്ങനെയൊക്കെ ചിലവർക്കുണ്ട്. ആരാ കഴിഞ്ഞ് ഫ്രാങ്കോ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവമേ ഈ കയ്യെങ്ങാനും എൻ്റെ പുറകെ കെട്ടിയിട്ട് കഴിഞ്ഞ് പാട്ട് വരത്തില്ലെന്ന്. അങ്ങനെ ഒരു ശീലം ഉണ്ടോ? ഇങ്ങനെ ഈ കയ്യിലാണ് കംപ്ലീറ്റ് സംഗതികൾ ഇരിക്കുന്ന അങ്ങനെ സംഭവം ഉണ്ടോ? ഇല്ലല്ല. ആ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുത്തോണം കേട്ടോ. പിന്നെ ഭാവിയിൽ വലിയ പ്രശ്നങ്ങളാവും. പക്ഷേ ഈ മോന് എനിക്ക് ഇഷ്ടപ്പെട്ടു പാട്ട്. മോന് അതിന് തിങ്സും കറക്റ്റും, അച്ഛനുണ്ടല്ലോ, അച്ഛൻ വളരെ കറക്റ്റായിട്ടൊക്കെ എല്ലാം പഠിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ ഒരു ഫ്ലോ വന്നാൽ ആ പേടിയൊന്ന് മാറിയിട്ട് പാടിക്കഴിഞ്ഞാൽ ഒരു മത്സരം അല്ലായിരുന്നെങ്കിൽ ഫിഡൽ ഇതിനേക്കാളും നന്നായി പാടിയാനെ. ഇതിപ്പോൾ കുറച്ച് ഒരു മെക്കാനിക്കലായി പോയെന്ന് പോലെ ചേച്ചിക്ക് തോന്നി. കുറച്ചുകൂടെ ഒരു ഇനിയും കണ്ണിൽ ഒരു ഒഴുക്കും എന്തോ ഒരു കുറച്ചുകൂടെ ഫീൽ കൊടുക്കായിരുന്നു എന്ന് മാത്രം തോന്നി. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ മോൻ വളരെ കറക്റ്റായിട്ട് തന്നെ പഠിച്ച് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ചേച്ചി. ഫിഡൽ, ഹായ് സാർ. എൻ്റെ ഗുരുനാഥൻ ശ്രീ ഔസേപ്പച്ചൻ സാറിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ക്ലാസിക് കമ്പോസിഷൻ ഹരികൃഷ്ണൻസ് എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറം തിരുമേനി എഴുതിയത്. ദാസേട്ടനും എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചി ഒരു പോർഷൻ പാടിയിട്ടുണ്ടോ എന്നൊരു ഓർമ്മയുണ്ട് എനിക്ക്. അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ, ഉറപ്പില്ല. മോൻ അസലായിട്ട് പാടി. വെരി ബ്യൂട്ടിഫുൾ സിംഗിങ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടിഫുൾ പാട്ട്, ഇതിൻ്റെ രാഗം നവരസ കന്നഡ എന്ന രാഗത്തിലാണ് സാറ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് അതിൽ ഈ രാഗത്തിലധികം പാട്ട് മലയാളത്തിൽ വന്നിട്ടുള്ള എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മോൻ്റെ സിംഗിങ്ങും വളരെ വളരെ നന്നായിരുന്നു. അതായത് ഇറ്റ്സ് എ വെരി ചാലഞ്ചിങ് സോങ്. അത് മോൻ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അതിൻ്റെ മാക്സിമം എഫേർട്ട് കൊടുത്ത് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കൺഗ്രാജുലേഷൻസ്. മോൻ്റെ ചെറിയ പ്രശ്നങ്ങൾ തോന്നിയ സ്ഥലം തവ മൃദുസ്മേര സിന്ദൂരം ഉഷക്കാല സന്ധ്യാരാഗം എന്ന വരി റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വാസ് നോട്ട് ആസ് പെർഫെക്റ്റ് ആസ് ദ ഫസ്റ്റ് വൺ. പിന്നെ ലാസ്റ്റ് സ്വരത്തിൽ മകരീസ എന്ന് പറഞ്ഞ പോർഷൻ, ആ സ്വരസ്ഥാനങ്ങൾ അവിടെ സ്ട്രെയിൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് നിന്നാത്മസല്ലാപം, ഈ 3 പോർഷൻസിലാണ് മേജറായിട്ട് സ്ട്രെയിൻസ് തോന്നിയത്. ബാക്കി എല്ലാം കൊണ്ടും തന്നെ ഡെഫിനറ്റ്ലി ട്രീറ്റ് ടു ലിസൺ. കുറച്ചുകൂടി റിവ്യൂ പറഞ്ഞ പോലെ ഒരു ഫീൽ ഒരു പൊടിക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇനിയും എക്സലൻ്റ് ആയനെ. അത്രമാത്രം, വേറെ ഒന്നുമില്ല. നെവർ മൈൻഡ്, ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി എ ഗ്രേറ്റ് ഷോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അനുപേട്ട. അപ്പം ഫിഡൽ, നമ്മൾ കമൻസ് അറിഞ്ഞു, നല്ല കമൻസ് ആണ്. ഇനി മാർക്സിൻ്റെ കാര്യം. ഈ റൗണ്ടിൻ്റെ മാർക്ക് നമ്മൾ ജഡ്ജസ് ഡിസൈഡ് ചെയ്തിട്ട് ആ മാർക്ക് ബോക്സിലേക്ക് ഇടും. എന്നിട്ട് നമ്മൾ ആ മാർക്സ് അറിയുന്നത് എലിമിനേഷൻ സെമി ഫൈനൽസിൻ്റെ എലിമിനേഷൻ എപ്പിസോഡിലാണ്. അപ്പോൾ അതുവരെ കാത്തിരിക്കണം. ഇപ്പം ജഡ്ജസ് ഡിസൈഡ് ചെയ്യണം മോൻ്റെ മാർക്ക്.
ജഡ്ജസ്. അപ്പോൾ ഫിഡൽ മാർക്ക് ബോക്സിൽ മാർക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി എലിമിനേഷൻ എപ്പിസോഡിൽ അറിയാം. ഫിഡൽ, ഇനി വരുന്ന പെർഫോമൻസുകൾ ഇതിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്.